നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. നമ്മൾ ശരിക്കും കണ്ടത് ജനാധിപത്യത്തിന് സൗന്ദര്യമാണല്ലേ. കുറച്ച് ദിവസങ്ങളായിട്ട് ജനങ്ങളൊക്കെ അവരുടെ വോട്ടവകാശം, അവരുടെ സ്വാതന്ത്ര്യം അവർ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. ഇവിടെ മുന്നത്തെ പോലെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇനി ചർച്ച ചെയ്യണം അല്ലേ. ചർച്ച ചെയ്തിട്ട് മാത്രമേ, വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഒരു തീരുമാനം നടപ്പിലാക്കാൻ പറ്റൂ. മുമ്പൊക്കെയാണെങ്കിൽ വ്യക്തമായ ഒരു മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും നടപ്പിലാക്കണമെങ്കിൽ അത് ഏകപക്ഷമായി തീരുമാനമെടുക്കാം. അത് സഭയ്ക്ക് മുമ്പിൽ വെച്ചാൽ അവരങ്ങ് പിന്താങ്ങിക്കൊള്ളും, അത് നടപ്പിലാക്കുകയും ചെയ്യാം. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ലല്ലോ അല്ലേ. ഇനി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ആയിരിക്കണം അല്ലേ. കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, എന്നിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതിനാണ് ഉചിതം അല്ലേ. പഴയതൊരു അങ്ങനെ ഒരു ഇച്ചിരി സ്വേച്ഛാധിപത്യമൊക്കെ കടന്നു വരും അങ്ങനെയാവുമ്പോൾ അല്ലേ. ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടുമ്പോൾ സ്വാഭാവികമാണത്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആവരുത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അല്ലേ, ദീർഘമായിട്ട് കാര്യങ്ങൾ കലുഷമായി ചർച്ച ചെയ്തിട്ടാവണം തീരുമാനം എടുക്കേണ്ടത്. അതാണ് ശരിക്കുള്ള, അപ്പോഴാണ് നമ്മുടെ ഭരണം സുന്ദരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെടുത്ത് അതിനെ പിന്താങ്ങി അല്ലേ, അതങ്ങനെ ആ രീതിയിൽ പോകുന്നത് തീർച്ചയായിട്ടും അത് ഉചിതമല്ല. അതുകൊണ്ട് തന്നെ അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയാൻ കാരണം അല്ലേ. ഇനിയിപ്പോൾ TDPയുടെയും JDUവിന്റെയും ഒക്കെ പിന്തുണ, അവരുടെ അഭിപ്രായങ്ങൾ ആരായണം അല്ലെ. അങ്ങനെയുള്ള കർഷകരുടെയൊക്കെ എല്ലാവരുടെയും പ്രതിപക്ഷത്തിന്റെ പോലും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം മാത്രമേ കാരണം ശക്തമായ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലേ, നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണത്. ഇന്ത്യ എന്നുള്ളതൊരു മതേതര രാഷ്ട്രമാണ് അല്ലേ. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളൊരു സുന്ദരമായ രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത്, നമ്മുടെ ഭാരതം അല്ലേ. ആ ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ഈ ഒരു ജനാധിപത്യ സംവിധാനം ഇത്രയും ശക്തമാകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കാൻ തന്നെ വേണം അല്ലേ. തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഭരിക്കുന്നവർ സുന്ദരമായി ഭരിക്കട്ടെ അല്ലേ, 5 കൊല്ലം ഭരിച്ചോട്ടെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയും ചർച്ചകളൊക്കെ ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മനോഹരമായ കാര്യമാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ അല്ലേ. സുന്ദരമായ രാജ്യം, നമ്മുടെ ഭരണങ്ങളൊക്കെ നല്ല സുന്ദരമായി പോട്ടെ അല്ലേ. നല്ല നല്ല തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കട്ടെ. നമുക്കെല്ലാ ആശംസകളും നേരാം അല്ലേ. ഓക്കെ, താങ്ക് യു.